ഇപ്പം നമ്മൾ ഒരു കാര്യം ചോദിക്കുന്നത് നെഗറ്റീവായിട്ടായിരിക്കില്ല. ചിലപ്പോൾ ചില ആൾക്കാർ പേർപ്പസ്ഫുള്ളി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ചോദിക്കുന്നത് നെഗറ്റീവായിട്ടായിരിക്കില്ല, പോസിറ്റീവായിട്ടുള്ള നോർമലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയായിരിക്കും പലർക്കും അറിയാത്ത കാര്യങ്ങൾ. പക്ഷെ ഇതിന്റെ ഔട്ട് വരുമ്പോൾ ഔട്ടിലും നമ്മൾ സംസാരിച്ചപ്പം ത്രൂ ഔട്ട് സംസാരിച്ച് പോവല്ലേ, അത് അങ്ങനെ ഉണ്ടാവും. യൂട്യൂബിൽ ഇപ്പം നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ചില ആൾക്കാരുണ്ട് ഈ ഓൺലൈൻ മീഡിയ ആയിട്ട് ഇരിക്കുന്ന, അതായത് സ്ക്രിപ്റ്റിംഗ് മാത്രം, അവർക്ക് മറ്റേ കഥകൾ മാത്രമേ ഉള്ളൂ, സ്റ്റോറി മാത്രമേ ഉള്ളൂ, അവർക്ക് അതൊന്നുമില്ല. വിഷ്വൽ നിങ്ങളുടെയാണല്ലോ കണ്ടന്റ്, അത് അവരുടെ കണ്ടന്റ് ആക്കി മാറ്റുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഇന്റർവ്യൂ കൊടുത്ത പോലെ എഴുതുന്നത്. അപ്പൊ അത്തരം ആളുകളുടെ ടൈറ്റിൽസ് വരുന്ന സമയത്ത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ടൈറ്റിലായിരിക്കും ഈ കാണുന്ന. പിന്നെ ഒരു ബന്ധമില്ലാത്ത ഫോട്ടോസ്. ഈ കാണുന്ന ആൾക്കാര് ഈ ടൈറ്റിലും ഈ ഫോട്ടോയും മാത്രമേ നോക്കുള്ളൂ. അവർക്ക് അതായത് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഇത് വായിക്കാനുള്ള സമയമില്ല. ഉള്ളിൽ എന്താണെന്ന് ഉള്ളിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ടാവും. എഴുതി വരുമ്പോൾ അതിന് എൻഡിലോട്ട് കറക്റ്റായിട്ട് പറഞ്ഞത് എന്താണെന്നും അതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ടൈറ്റിലും ഇതും തുടക്കവും വായിക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് നെഗറ്റീവായി നമ്മൾ പറഞ്ഞ കാര്യമായിരിക്കില്ല. ഇത് കണ്ടിട്ട് നേരെ താഴത്ത് മുഴുവൻ ചീത്ത വിളിക്കും അച്ഛനെയും അമ്മേനെയും എല്ലാവരും. എന്തിനാ ഞാൻ വെറുതെ അത് മാത്രമല്ല, അതിനകത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ട്. അതായത് ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക, നമ്മൾ കറക്റ്റ് പഠിച്ചു വെച്ചിട്ട് ഇതേ പറയത്തുള്ളൂ എന്നല്ല. പക്ഷെ ഇന്റർവ്യൂ നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്നതാണ്. നമ്മൾ അത് അളന്നും കുറിച്ച് ഇത്രയും സംസാരിക്കാൻ പാടും അങ്ങനെ സംസാരിക്കുന്നതായിരിക്കില്ല. പക്ഷെ അതിലുള്ള ഒരു വേർഡ് ആയിരിക്കും ഇവരതിൽ കയറി പിടിച്ചത് അത് വലിയ സംഭവമാക്കി ഒരു ബന്ധമില്ലാത്ത കാര്യമാക്കി മാറ്റുന്നത്. ഞാൻ ഇത്രയും സൗന്ദര്യം ഉള്ളത് കൊണ്ട് ചോദിച്ചിരിക്കുക. നേരത്തെ ഒരു ആങ്കർ ഇതുപോലെ ഒരു പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുള്ളത്. ഏറ്റവും ആദ്യമായിട്ട് ഇഷ്ടം പറഞ്ഞത് ആരാന്ന് ഓർമ്മയുണ്ട്? എത്രാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ഇഷ്ടം പറഞ്ഞതോ? 2ലോ 3ലോ നേഴ്സറിലോ? ഇല്ല, എനിക്കങ്ങനെ ഞാൻ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു പിന്നെയും 8th ആയപ്പോഴായിരിക്കാം, 8th or 9th ആയപ്പോഴായിരിക്കാം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ആൾക്കാർ പുറകെ നടക്കുന്ന പരിപാടി സംഭവമൊക്കെ വന്നിട്ടുള്ളത്. അതിന് മുന്നേ അങ്ങനത്തെ പുറകെ നടക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമല്ല ആ സമയത്ത് നമുക്ക്. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ ആ സമയത്ത് ആൺകുട്ടികളോട് ഭയങ്കര വെറുപ്പും പരിപാടിയൊക്കെ. അല്ല, ഈ ഗേൾസ് സ്കൂളിൽ പഠിക്കുമ്പോൾ നോർമലി ക്രിസ്ത്യൻ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഗേൾസ് സ്കൂളിൽ വേറൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഗേൾ ഫ്രണ്ട്സിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം. അത് ആ ഒരു കാലം മാറിയപ്പോഴാണ് അതിലോട്ട് വന്നത്. ഞാനത് ചോദിക്കാൻ കാരണം അറിയാം, വേറെ ഒരു ഇന്റർവ്യൂല് മാഡം സാധിക വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പെൺ സുഹൃത്തുക്കളെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം സുഹൃത്തുക്കൾ. അത് ഇതിന് ശേഷം സംഭവിച്ചതാണ്. എന്താന്ന് വെച്ചാല് എനിക്ക് ആക്ച്വലി ഗേൾസ് ആയിരുന്നു കൂടുതലും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത് സ്കൂൾ ടൈമിലൊക്കെ. അപ്പൊ ഞാൻ ആ ഒരു സർക്കിളിൽ തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കുന്നു, അതേപോലെ തന്നെ ഫുൾ ഗേൾസിന്റെ കൂടെ ഇടപെടുമ്പോൾ നമുക്ക് യൂഷ്വലി ബോയ്സിനോട് ഇവരുടെ അടുത്താണ് നമുക്ക് എപ്പോഴും അവരെ പറ്റി നമ്മൾ കേൾക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടുകളും അതനുസരിച്ചിട്ടായിരിക്കും. അപ്പം പുറത്തുനിന്ന് ആൺകുട്ടികൾ എപ്പോഴും നമ്മള് സ്റ്റെയർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കുക, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് സംഭവങ്ങൾ. എനിക്ക് ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളിന് തൊട്ടടുത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ബസ്സിലും ഭയങ്കര തിരക്കാണ് അവിടെ. സോ അത് കാരണം കുറേ മോളസ്റ്റിങ് പരിപാടികളൊക്കെ ഫേസ് ചെയ്തിട്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആണുങ്ങൾ എന്ന് പറയുന്ന വർഗത്തിനോട് നമുക്കൊരു വെറുപ്പ് വരും. അത് കഴിഞ്ഞ് പക്ഷെ ഞാൻ പിന്നെ ബോയ്സ് സ്കൂൾ മിക്സഡ് സ്കൂളിലേക്ക് മാറിക്കഴിഞ്ഞപ്പം പിന്നെ ഓട്ടോമാറ്റിക്കലി അവരെ നമ്മൾ അറിയാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് കൂടുതലും ജെന്യൂൻ ആയിട്ടുള്ളത് ആക്ച്വലി അവരാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അപ്പം ചില ആൾക്കാർ നമ്മൾ ശരിക്കും അതാ പറയുന്നത്, നമ്മൾ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് നമ്മൾ ആ ഒരു മൊത്തത്തിൽ ടോട്ടൽ ഇതിന് നമ്മൾ ആ സമയം നമുക്ക് അറിയില്ല, നമ്മളിതൊന്നും ആലോചിക്കുന്ന ഒന്നുമില്ല. പിന്നെയാണ് നമ്മളിങ്ങനെ മെച്യൂറായി വരുന്നത്. അപ്പോഴാണ് നമ്മളിതൊക്കെ പറ്റി പഠിക്കുക, അറിയുക ഒക്കെ ചെയ്യുക. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതലും കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഈ ഗേൾസും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കോളേജിലൊക്കെ പഠിച്ച ഇഷ്ടംപോലെ ഫ്രണ്ട്സും കാര്യമുണ്ട്. അതേപോലെ ആൺകുട്ടികളും സുഹൃത്തുക്കളായിട്ടുണ്ട്. പക്ഷെ കൂടുതലും ഞാൻ പെട്ടെന്ന് കണക്റ്റ് ആവാൻ കുറച്ചും കൂടി അവരുമായിട്ടായിരിക്കും. കാരണം നമ്മൾ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഈ പലപ്പോഴും നമുക്ക് പലതും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പ്രശ്നങ്ങൾ. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിനോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവിടെ നിൽക്കൂല, അത് എല്ലാ സ്ഥലത്തും ചിലപ്പോൾ അപ്പുറത്ത് അവർക്കത് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഈ ഗോസിപ്സ് ഒക്കെ സ്പ്രെഡ് ആവുന്നത്. പക്ഷേ അത്ര ആൾക്കാർ ആൺകുട്ടിലും ഉണ്ട്. പക്ഷെ ഞാൻ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചും കൂടി പെൺകുട്ടികളെ നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യില്ല, നമ്മൾ എല്ലാവരുമായിട്ട് മിങ്കിളാവും. കാരണം പക്ഷെ ആൺകുട്ടികളെ നമ്മൾ എപ്പോഴും നമ്മളെ അടുപ്പിക്കുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യും. അപ്പൊ നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് അത്ര നല്ല ആൾക്കാരെ മാത്രമേ നമ്മൾ അടുപ്പിക്കുള്ളൂ. അതുകൊണ്ട് കുഴപ്പം വരില്ല. പക്ഷെ ഗേൾസിനെ നമ്മൾ അങ്ങനെ ചൂസി ആയിട്ടായിരിക്കില്ല അടുപ്പിക്കുന്നത്. കാരണം കംഫർട്ട് സോൺ ആണല്ലോ, നമ്മുടെ സെയിം ജെൻഡറാണ്. സോ ആ ഒരു ഇതുണ്ടാവും. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നത്. സാധിക എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ല, ഞാൻ പറഞ്ഞില്ല ആ സീരിയൽ മുതൽ നമ്മളിങ്ങനെ ഫോളോ ചെയ്തു വരുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോ കഥാപാത്രത്തോടുള്ള ഇഷ്ടം.
പക്ഷേ പലതവണയായിട്ട് അത്ഭുതപ്പെടുത്തുക, നാടനിൽ നിന്ന് മാറിയിട്ട് മോഡലായി, മോഡലിൽ നിന്ന് മാറിയിട്ട് നാടനായി. പക്ഷെ അപ്പോഴും പൊതുവേദിയിൽ വരുമ്പോഴത്തേക്ക് എന്തിട്ട് വന്നാലും ആ നാടൻ്റെ ആ ചിരിയും സന്തോഷവും ഒരു ആൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ തരത്തിലുമുള്ള ഇതുകൊണ്ട്. അപ്പൊ നമ്മൾ ഓർക്കുകയല്ലേ ഈ കുട്ടിക്ക് ഈ സൗന്ദര്യം മാത്രമേ ഉള്ളൂ, ഈ സംസാരത്തിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കൂടുതലും ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് സെർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വലിയ എനിക്ക് നേരത്തെ പോലത്തെ ഒരു ക്വാളിറ്റിയിൽ എനിക്ക് വലിയൊരു ക്വാളിറ്റി ആയിട്ട് തന്നെ ഈ ക്ഷമ, മാപ്പ്, ഈ രണ്ട് കാര്യങ്ങൾക്ക് ഇപ്പം നിങ്ങളെ കൊല്ലാൻ വന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിച്ച് വിടുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പം കേസ് കൊടുക്കാൻ പോയി അവർ വന്നിട്ട് അയ്യോ വേണം എന്ന് പറഞ്ഞപ്പോഴും ശരി ഫോട്ടോ അടിയിൽ വന്നിട്ട് കമന്റ് എഴുതി, ഓ അവരങ്ങനെ പറഞ്ഞല്ലോ എന്നാ ഫോട്ടോ അവിടെ ഒരു അതിന് വലിയൊരു വില. ഒരു സ്ത്രീകൾക്ക് വേണ്ട ഏറ്റവും വലിയ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാളൊന്ന് നോക്കിയെന്നും ഒരു തുമ്മിയെന്നും ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ കേസിന് പോകുന്ന കാലഘട്ടമാണ്. ക്ഷമിക്കുക എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യത്തിന് പോലും നിസ്സാരമായിട്ട് ക്ഷമിക്കാൻ കഴിയുന്നത് ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പം ഇത് പണ്ട് മുതലേ ഉള്ളൊരു സ്വഭാവമാണോ അതോ ഈ രണ്ട് വാക്കിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അവർ ചെയ്ത തെറ്റ് വളരെ വ്യക്തമായിട്ട് പറയും, അവർ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറയുന്നു. അത് ഇതും ഒക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ ക്വാളിറ്റീസ് എല്ലാം എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ റോൾ മോഡൽ അച്ഛനാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന അച്ഛനെയാണ്. അപ്പം അതിൽ മോശം ഉണ്ടാവും, നല്ലതുണ്ട്. ഈ അടുത്ത കാലത്ത് അച്ഛൻ തന്നെ എന്നോട് പറയണ്ടായി, അച്ഛൻ എൻ്റെ അടുത്ത് നമ്മളിപ്പോൾ സിനിമ ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടായപ്പം എൻ്റെ അടുത്ത് ആർട്ടിസ്റ്റുകളുടെ നമ്പറോ നിനക്ക് അവരെ കൂടി നീ വർക്ക് ചെയ്തല്ലേ, വർക്ക് ചെയ്ത അച്ഛൻ, പക്ഷെ എനിക്ക് കോൺടാക്ട് ഇല്ല. അപ്പം അച്ഛനോട് പറഞ്ഞ കാര്യമാണ്, എൻ്റെ നല്ല സ്വഭാവം നീ പഠിച്ചോ കുഴപ്പമില്ല, പക്ഷെ ഇതെൻ്റെ മോശം സ്വഭാവമാണ്. കാരണം അച്ഛൻ അങ്ങനെ കോൺടാക്ട് എല്ലാവരുമായിട്ട് കീപ്പ് ചെയ്യുന്നത്. കാരണം അച്ഛൻ പറഞ്ഞു അച്ഛനത് വേണ്ടാത്തതുകൊണ്ട് അച്ഛൻ കീപ്പ് ചെയ്യാൻ, അച്ഛൻ ഫീൽഡ് വിട്ടതുകൊണ്ടാണ്, നീ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്, അപ്പൊ നീ കോണ്ടാക്ട് വിടരുത്. കാരണം നമുക്ക് എപ്പോഴെങ്കിലും ആൾക്കാർ ഞാനൊരു കാര്യം ചോദിച്ചത്, അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അച്ഛൻ പറഞ്ഞത് വളരെ നല്ലതായിരിക്കും. കാരണം അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ അച്ഛൻ അത് ചെയ്തിട്ട് അങ്ങനെ ഒരു വ്യക്തിയായിരിക്കുന്നു. പക്ഷെ സാധിക എന്ന് പറയുന്ന വ്യക്തി അച്ഛനിൽ നിന്നും പഠിച്ചിട്ടുള്ള ആ സ്വഭാവം, ആ ക്വാളിറ്റി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കമൻസ് എടുത്ത് നോക്കിയാലും വേറെ ഗോസിപ്പ് കോളങ്ങളിൽ പോയി തപ്പിയാലും ഇത്രയും വലിയ ഒരു നടിക്ക് അതൊന്ന് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞത് എല്ലാ കാര്യമല്ല. ഈ ഒരു പോയിന്റ് ഞാൻ മൊത്തമായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് ചില കാര്യങ്ങൾ നീ നല്ലത് ഫോളോ ചെയ്തോ, ചിലത് അച്ഛന് മോശമാണ്, അത് നീ ഫോളോ ചെയ്യരുത്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിന് ആക്ച്വലി എനിക്ക് ആ ഒരു എന്റെ സ്വഭാവം അങ്ങനെ വന്നത് ആക്ച്വലി അതുകൊണ്ടായിരിക്കും. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് കോടതി കയറ്റിയ ആളടുത്ത് പോയി പക്ഷെ മാപ്പ് കൊടുത്തിട്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ സ്വഭാവം അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കത് കാരണം അച്ഛൻ എപ്പോഴും സത്യസന്ധത എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അത് ഉണ്ടാവും. നമ്മുടെ ഒരു ട്രൂത്ത് ഫുൾ ആയിട്ടൊരു സംഭവം ഉണ്ട്, അത് ഫോളോ ചെയ്യുക എന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതായത് വെച്ചാൽ ഞാൻ കള്ളമേ പറഞ്ഞിട്ടില്ല, കള്ളമേ ചെയ്തിട്ടില്ല എന്നല്ല. ചെറുപ്പത്തിലൊക്കെ പറഞ്ഞ പോലെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു മെച്യൂരിറ്റി ചെയ്യുന്നതും കള്ളം പറയുന്നതും തെറ്റാണെന്ന് ഒരിക്കലുമില്ല. ഒരു നന്മ ഉണ്ടാകാൻ വേണ്ടി ചെറിയ കള്ളങ്ങൾ പറഞ്ഞാൽ രണ്ടുപേരെ കൊല്ലാൻ പോകുന്നിടത്ത് ഒരു വലിയ കള്ളം പറഞ്ഞു ആ പോലെ അത് ഏറ്റവും വലിയ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെ, അല്ല ഞാൻ പറഞ്ഞത് അപ്പം അത്തരം കാര്യങ്ങൾ അപ്പൊ നമ്മൾ മറ്റുള്ള ആളെ ഉപദ്രവിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. വേറൊരാൾക്ക് വിഷമം വരുന്ന ഒരു കാര്യം നമ്മളുടെ ഭാഗത്ത് നിന്ന് അത് വാക്കുകൊണ്ടാണെങ്കിൽ പോലും അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്റെ സ്വഭാവം. അല്ല എന്റെ സ്വഭാവം അങ്ങനെ. കാരണം ഞാൻ ഒരാളുടെ ചോദിക്കുമ്പോൾ ഞാൻ നോർമലി ആൾക്കാരുടെ അടുത്ത് എപ്പോഴും അവര് സുഖമാണോ, എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചോദിക്കില്ല. ഞാൻ ചോദിക്കാത്തതിന് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടില് പല പ്രശ്നങ്ങളുണ്ടാവും. അവരായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, എനിക്ക് കേൾക്കാം. പക്ഷെ അവർ ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറിയിട്ട് കുറച്ചു നേരം സമാധാനത്തോടെ ഇരിക്കാനായിരിക്കും ചിലപ്പം എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ ഞാൻ വീണ്ടും പോയിട്ട് നിങ്ങൾ വീട്ടിലെന്തൊക്കെയാ വിശേഷം, സുഖമാണെന്ന് നോക്കുമ്പോ പിന്നെ അവരെ ഞാൻ ഓർമ്മപ്പെടുത്തല്ലേ. സോ അങ്ങനെ ഒരു തരത്തിൽ പോലും അവർക്കൊരു ഉപദ്രവം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അത് കാരണം ഞാൻ